ഹായ്, ഏവർക്കും നമസ്കാരം. അഡാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB NTPC പരീക്ഷയെ സംബന്ധിച്ച് അതെങ്ങനെ പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഫ്രഷേഴ്സിന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ NTPC നേടിയെടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും അല്ലേ. ആദ്യത്തെ അറ്റംപ്റ്റ് ഞാനിപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷ, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് NTPC പരീക്ഷ നേടിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായ ഡൗട്ട്സിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഒരു സെഷനുമായിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ നോക്കുക, നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മുടെ NTPC പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഒരു പരീക്ഷ നമ്മൾ എഴുതുന്നതിന് മുന്നോടിയായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കാര്യം കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാം പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം? നമ്മളൊരു പരീക്ഷയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ പരീക്ഷയെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എങ്ങനെ പഠിക്കാം, അത് ഏത് രീതിക്ക് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതി കഴിഞ്ഞു, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ പോസ്റ്റിംഗ്, എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ RRB NTPCയുടെ നിലവിൽ നമുക്ക് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് RRB NTPC എന്നുള്ളത് മിക്ക ആൾക്കും ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് NTPC എന്നുള്ളത്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന റെയിൽവേയുടെ ലെവൽ 5, ലെവൽ 6, അതുപോലെ ലെവൽ 3, ലെവൽ 4, ലെവൽ 2 തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ നടത്തുന്ന പരീക്ഷയാണ് NTPC എക്സാം എന്ന് പറയുന്നത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ റെയിൽവേ നടക്കുമ്പോൾ JEE ആയാലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ആയാലും ALP ആയാലും ടെക്നീഷ്യനൊക്കെ ആയാലും നമുക്ക് എന്ത് വേണം, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളിന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യാം. ഒരു ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളിന് എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2019 മുൻപ് ഈ പരീക്ഷ നടന്നിരുന്നത്. ഇപ്പോൾ 5 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പരീക്ഷയായിട്ടായിരുന്നു ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും നടന്നത്. ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് RRB NTPC നമ്മൾ കണ്ടു. ഇനി നോക്കുക, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ജോലി നേടുക എന്നുള്ളത് നോക്കുക. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് വരുമ്പോഴത്തേക്കും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. പേ സ്കെയിൽ നോക്കുക, 35,400 ലെവൽ 6 പേ സ്കെയിൽ എന്ന് പറയുന്നത്, ബേസിക് പേ എന്ന് പറയുന്നത്. ലെവൽ 5 വരുമ്പോഴത്തേക്ക് 29,200. പിന്നെ ഇതിനെല്ലാം അനുശാസിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഏജ് ലിമിറ്റ് 18 to 36. ഓരോ വേക്കൻസി ടോട്ടൽ 8,113 വേക്കൻസി ഗ്രാജുവേറ്റ് ലെവലിലുണ്ട്. അപ്പോൾ എന്തിന് നമ്മൾ ഈ പരീക്ഷ എഴുതണം, എന്തിന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ളത് ഈ പോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും മികച്ച പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല സാലറി സ്കെയിൽ, നല്ല സാലറി നൽകുന്ന, നല്ല റെപ്യൂട്ടേഷൻ നൽകുന്ന പോസ്റ്റാണ്. തീർച്ചയായിട്ടും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേനും നല്ല റെപ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട്. 35,000 ബേസിക് പേ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് സാലറി നമുക്ക് ഒരു ഏകദേശം 50-ന് മുകളിലേക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 50,000-ന് മുകളിൽ. അതിപ്പോൾ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ജോലി കയറി 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാലറി 1 ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ബാക്കിയുള്ള അലവൻസ് ആണ്. ബേസിക് പേ 35,400 ഉണ്ടെങ്കിലും ബാക്കി പല തരത്തിലുള്ള അലവൻസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ചുള്ള വർക്കുണ്ട്. ആ വർക്ക് ലോഡ് ഇല്ലാത്ത പണികളുണ്ട്. ജസ്റ്റ് ഓഫീസ് വർക്കാണ് നോക്കുന്നെങ്കിൽ ഈ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അങ്ങനെയുള്ള പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ടൈപ്പിസ്റ്റ് അല്ലേ, ഞങ്ങൾക്ക് ടൈപ്പ് അറിയത്തില്ല, ടൈപ്പ് റൈറ്റർ അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ജസ്റ്റ് ഒരു ടെസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഈ ലെവൽ 6 ബാക്കി 2 പോസ്റ്റ്, അതായത് സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും ഗുഡ്സ് ട്രെയിൻ മാനേജറിനും അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് എന്നാണ് നമുക്ക് പറഞ്ഞത്. ഇംഗ്ലീഷോ ഹിന്ദി, നമുക്ക് ഹിന്ദി വേണ്ട, ഇംഗ്ലീഷിലുള്ള ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസിയാണ് വേണ്ടി വരുന്നത്. അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിന് ഒരു CBAT, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും നല്ല പേ സ്കെയിലിൽ വരുന്ന നല്ല റെപ്യൂട്ടേഷൻ, സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് സ്റ്റേഷൻ്റെ ചുമതല നമുക്കാണ്. അവിടെ വരുന്ന ട്രെയിനിൻ്റെ കാര്യം നിയന്ത്രിക്കുക, അവിടുത്തെ സ്റ്റാഫിനെ നിയന്ത്രിക്കുക, അവിടെയുള്ള വരവ് ചിലവ് കണക്കുകൾ നോക്കുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ കീഴിലാണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്
ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. ഓക്കെ, നമ്മൾ വിവിധ സിനിമകളിലും വിവിധ ഫിലിമുകളിലെല്ലാം സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നല്ല അടിപൊളി എന്താ പറയുക ഒരു പോസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പോസ്റ്റുകൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രാജുവേറ്റ് ലെവൽ വന്നിരിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് വന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്. അതിൽ ആദ്യത്തെ ലെവൽ 3 ബാക്കി ലെവൽ 2 ആണ്. അതിൽ ഇനിഷ്യൽ പേ വരുന്നത് ലെവൽ 3 21,700, മറ്റത് 19,900. ഏകദേശം 50,000 രൂപ അടുപ്പിച്ചായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് കേട്ടോ. 50,000 രൂപ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങിക്കാം. 3,445 ഒഴിവുകൾ. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 11,500 ഒഴിവുകളുണ്ട്. വേക്കൻസി കൂടുതലെന്ന് ചോദിച്ചാൽ വേക്കൻസി കൂടാം, ഉറപ്പായിട്ടും കൂടുന്നുണ്ടാവും. ഇപ്പോൾ തൊട്ട് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ NTPC തന്നെ എന്തായിരുന്നു ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ വേക്കൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ അപേക്ഷിക്കാനുള്ള ഡേറ്റും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അപേക്ഷിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ്, നമുക്കൊരു റീസൺ വേണം നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് റീസൺ വേണം. നമുക്ക് ഇത്രയും നല്ല പോസ്റ്റുകളിലേക്ക് നല്ല സാലറി സ്കെയിലിൽ, അത് സാലറി മാത്രമല്ല ബാക്കി അലവൻസും ഇൻഷുറൻസും അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് പാസും നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയുക അലവൻസ്, പഠിക്കാനുള്ള അലവൻസ്, അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നമ്മുടെ ഫാമിലി ഡിപ്പെൻഡിങ് ഫാമിലീസിനുള്ള അലവൻസ്, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള അവസരവും നമുക്കുണ്ടാവും. എവിടെ വേണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാനുള്ള സാധ്യത. അത് നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ നോക്കുക. അപ്പോൾ നമുക്കൊരു റീസണായി, തീർച്ചയായിട്ടും നമുക്ക് ആ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റീസണായി. ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ പഠിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഡ 24/7 മലയാളം ഈ ഒരു പൂജ വയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മഹാനവമിയും വിജയദശമിയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക സ്പെഷ്യൽ ഓഫർ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു ഡബിൾ വാലിഡിറ്റിയും അതുപോലെ സ്പെഷ്യൽ ഡിസ്കൗണ്ടോടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇരട്ടി വാലിഡിറ്റിയോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കോഴ്സസ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി കിട്ടും. ഓൾ ലൈവ് ബാച്ചസിന് അതുപോലെ മെഗാ പാക്കിനുമാണ്. അപ്പോൾ മെഗാ പാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ മാസം തൊട്ട് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഒക്ടോബർ മാസമാണ്, അടുത്ത വർഷം ഒക്ടോബർ മാസം വരെ നടക്കുന്ന എല്ലാ പരീക്ഷകളും, ഏതൊക്കെ PSC ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ, ഞങ്ങളിവിടെ എന്തൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ കോഴ്സുകളെല്ലാം മെഗാ പാക്കിനകത്തൊക്കെ ആഡ് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാതെ തന്നെ ഏകദേശം 3,900 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയാണ് മെഗാ പാക്കിന് കേട്ടോ. 3,900 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എല്ലാ പരീക്ഷയ്ക്കും, അത് NTPC ഉണ്ട്, ഗ്രൂപ്പ് D പഠിക്കാം, അതുപോലെ ബാങ്ക് എക്സാമിന് പഠിക്കാം, SSCക്ക് പഠിക്കാം, നമ്മുടെ കേരള PSCയുടെ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതിന് പഠിക്കാം. ഏത് പരീക്ഷയ്ക്ക് വേണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എന്താണ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും, അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായിരിക്കും അതുവഴി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നമുക്കിതൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ വിഷൻ്റെ കാര്യമാണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നല്ല വിഷൻ, നമുക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടാവണം. അതായത് എന്താ പറയുക, ഗ്ലാസിന് കണ്ണാടയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ A2 A3 B2 C2 അങ്ങനെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീസണായി ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് എക്സാം ഉണ്ട്. CBT 1ഉം CBT 2ഉം സിലബസ് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററിന് ഒരു CBAT ടെസ്റ്റ് ഉണ്ട്, CBAT. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ സെലക്ഷൻ നടക്കുന്നത് CBT 2ൻ്റെ 70% മാർക്കും CBATനകത്ത് നിന്നുള്ള 30% മാർക്കും കൂടെ ചേർത്താണ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. അതുപോലെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക്, അത് അണ്ടർ ഗ്രാജുവേറ്റിനും ഉണ്ട് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് എന്നാണ് ആ ഒരു ടൈപ്പിംഗ് പ്രൊഫഷണൽ ടെസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് പാസ്സായാൽ മതി, അതിൻ്റെ മാർക്കൊന്നും കൺസിഡർ ചെയ്തില്ല. ആ ടൈപ്പിംഗ് 30 വേർഡ് പെർ മിനിറ്റ് ആണ്. ആ 30 മാർക്ക് നമ്മൾ എന്ത് ചെയ്താൽ പാസ്സായാൽ മതി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എന്താ പറയുക മെറിറ്റിൽ എല്ലാം CBT 2നെ ബേസ് ചെയ്തായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഈ CBT 1 ജനറൽ അവയർനെസ്സും മാത്സും റീസണിങ്ങും മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ക്ലിയർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് പഠിക്കുന്ന, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ പഠിക്കുന്ന യൂഷ്വലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് മാത്സിനായാലും റീസണിങ്ങിനായാലും GK ആയാലും, GK കറണ്ട് അഫയേഴ്സും അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ ഇവന്റ്സും കറണ്ട് അഫയേഴ്സിൽ പ്രാമുഖ്യമുള്ള മേഖലകളിൽ വരുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ സ്റ്റാറ്റിക് GK കണ്ടൻസ് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ 30 വീതം മാത്സ് റീസണിങ്, 40 GK, ടോട്ടൽ 100 മാർക്കിനാണ്, 90 മിനിറ്റാണ് നമുക്ക് CBT 1 വരുന്നത്. ഇനി CBT 2 വരുമ്പോഴും സെയിം കാര്യം തന്നെ പഠിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പറിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ക്വസ്റ്റിൻ്റെ എണ്ണം കൂടും, പഠിക്കേണ്ട കാര്യം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ CBT 2 നോക്കുക. ഇനി CBAT ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ എന്താ പറയുക ഇൻ്റലിജൻസിനെയും നമ്മുടെ മെമ്മറിയെയും നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയൊക്കെ അളക്കുന്ന തരത്തിലുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ് അതിനകത്ത് നടക്കുന്നത്. അതിന് 30% മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കലിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ.
ഇനി ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് 30 വേർഡ് പെർ മിനിറ്റ് ആണ്, നമ്മുടെ കമ്പ്യൂട്ടറിലാണ് അത് ചെയ്യേണ്ടത്. സ്കിൽ ടെസ്റ്റുള്ള പോസ്റ്റുകളെല്ലാം നമ്മൾ കണ്ടു. ഇനി സിലബസ് നോക്കുക. സിലബസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വൽ ടോപ്പിക്കാണ് മാത്സിൽ വന്നത്. നമ്പർ സിസ്റ്റത്തിൽ തുടങ്ങി ഡിസിമൽ, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെച്ചുറേഷൻ, ടൈം ആൻഡ് വർക്ക്, അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്ന യൂഷ്വൽ ടോപ്പിക്ക് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു എലമെൻ്ററി സ്റ്റാറ്റിക്സും പിന്നെ ട്രിഗണോമെട്രിയും എലമെൻ്ററി അൾജിബ്രയും ആയിരിക്കും അതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ടാവുക. വേറെ ഒന്നുമില്ല. എലമെൻ്ററി സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മുടെ SCR ടെസ്റ്റിനകത്തുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക CBSE ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് കിട്ടും അവിടെ മീൻ കിട്ടും, മീഡിയൻ കിട്ടും, മോഡ് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും, മീൻ ഡീവിയേഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് അതിനകത്ത്. വേരിയൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ മതി. ഒത്തിരി വലിയ തീറം ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. ആപ്ലിക്കേഷൻ ലെവലിലുള്ള എന്താ പറയുക എലമെൻ്ററി സ്റ്റാറ്റിക്സിൻ്റെ കൺസെപ്റ്റ് നമുക്ക് അതിനകത്ത് വേണം. ട്രിഗണോമെട്രി അതുപോലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് പഠിക്കുന്നതാണ്. 10ാം ക്ലാസ് തലം വരെയുള്ള ട്രിഗണോമെട്രി മതി. ഇക്വേഷൻ സോൾവ് ചെയ്യാനോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് ട്രിഗണോമെട്രി ഫംഗ്ഷനും അതിൻ്റെ ആപ്ലിക്കേഷനും മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായും നമുക്ക് ഒത്തിരി ടഫ് അല്ലാതെ നമുക്ക് ഈ ഒരു 6 മാസം നമുക്ക് സമയമുണ്ട്. ഇതൊന്ന് കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ. ഇനി റീസണിങ്ങിലും പോകുമ്പോൾ അതുപോലെ തന്നെയാണ് യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന റീസണിങ് ടോപ്പിക്കാണ്. പിന്നെ സില്ലോജിസവും ജംബ്ലിങ്ങും അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്ക്. പിന്നെ ഇവിടെ മാപ്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഗ്രാഫ്സ് ഒന്നും ഇതില്ല. നമ്മുടെ എന്താ പറയുക ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് CBT 1 കിട്ടാനായിട്ട്. CBT 2ഉം സെയിം സിലബസ് തന്നെയാണ് വരുന്നത് കേട്ടോ. CBT 2നും സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. നമ്മളെന്താ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ 6 മന്ത്സ് ഉണ്ട് അല്ലേ? 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. 6 മന്ത്സ് നമ്മുടെ കയ്യിലുണ്ട്. 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓക്കെ, 6 മന്ത്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ദിവസം നിങ്ങൾ മിനിമം ഒരു 5 മണിക്കൂർ ഉറപ്പായിട്ട് സ്പെൻഡ് ചെയ്യണം. അത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. രാവിലെ 2.5 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ. ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, എന്തുകൊണ്ടായിക്കോട്ടെ, രാവിലെ 2.5 മണിക്കൂർ, വൈകുന്നേരം 2.5 മണിക്കൂർ. ആരും നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ഒരു 11 മണിക്ക് ശേഷമൊക്കെ ഇരുന്ന് രാത്രി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ രാവിലെ ഒരു 6 മണി, ഒരു 5:30ക്ക് ശേഷം ഒരു 7 മണി വരെയുള്ള സമയത്ത് ഒരു കുട്ടിയെ നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. അന്തരീക്ഷം നല്ല കാമായിരിക്കും, വാഹനങ്ങളുടെ സൗണ്ട് ഇല്ല, വേറെ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 5 മണിക്കൂർ ഒരു ഡേയിൽ പഠിക്കണം. മിനിമമാണ് ഞാൻ പറയുന്നത്, മിനിമം. ഇതിന് മുകളിലേക്ക് എത്ര വേണോ ആവാം കേട്ടോ. മിനിമം 5 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരിക്കുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് പ്രാക്ടീസ് ചെയ്യണം. റീസണിങ് ചെയ്ത് പഠിക്കണം. റീസണിങ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ആ ടൈം മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ദിവസം മിനിമം ഒരു 5 മണിക്കൂർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ NTPC ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം ഏപ്രിൽ 2025 ആയിരിക്കും പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. NTPC ഡേറ്റ് വന്നിട്ടില്ല. ഏപ്രിൽ 2025 എന്താണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ് വരുന്നത്. കാരണം അതിന് തൊട്ട് മുന്നേ വന്നിട്ടുള്ള JEE ആയാലും പാരാമെഡിക്കലിൻ്റെ ആയാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 8 മാസം 7 മാസം മിനിമം കിട്ടുന്നുണ്ട് എക്സാമിന് വേണ്ടി കേട്ടോ. നവംബറിലും ഡിസംബറിലൊക്കെ ആയിട്ടാണ് എക്സാം നടക്കാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് സമയമുണ്ട്. ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഇതിൻ്റെ എക്സാം വരാൻ സാധ്യത കേട്ടോ. അപ്പോൾ പഠിക്കാൻ സമയമുണ്ട്. ഇനി എക്സാം ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും കാത്തിരിക്കരുത്. ധൈര്യമായിട്ട് പോയി പഠിച്ചു. പഠിക്കാനുള്ള സപ്പോർട്ടിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് NTPCയുടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. NTPCയുടെ പുതിയ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് ഞാൻ ഈ പറഞ്ഞ ഡബിൾ വാലിഡിറ്റി എല്ലാം കിട്ടും. ഇനി ആ കോഴ്സിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ADA 247 സെർച്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് യൂസ് ചെയ്താലും മതി. ആപ്പിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്താ ആപ്പ് വഴി ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിനകത്ത് കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കോയിൻസ് കിട്ടും. ആ കോയിൻസും കൂടെ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഡിസ്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾ കോഴ്സസിൽ പോവുക. സ്റ്റേറ്റ് എക്സാംസ് കേരള സ്റ്റേറ്റ് എടുക്കുക. അവിടെ കേരള മഹാപാക്ക് എടുത്തു കഴിഞ്ഞാൽ മഹാപാക്ക് നിങ്ങൾക്ക് കിട്ടും. ഡബിൾ വാലിഡിറ്റി ഉണ്ട്. ഒരു വർഷത്തേക്ക് 4705 രൂപയുടെ 705 കാണിക്കുന്ന ആ കോഴ്സ് നിങ്ങൾക്ക് അത് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ആ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് വരാത്ത കേട്ടോ. ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക.
നിങ്ങൾക്ക് കണ്ടോ 3905 രൂപയെ സ്പെൻഡ് ചെയ്ത് വരത്തുള്ളൂ. ഒരു വർഷം വാലിഡിറ്റിയും കിട്ടും. ഏത് കോഴ്സ് വേണം ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ഇനി കേരള PSC ആയിക്കോട്ടെ, എന്തോടെ ആയിക്കോട്ടെ, അത്രയും ടെസ്റ്റ് സീരീസും അത്രത്തോളം ബുക്സും അത് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. വിവിധ പരീക്ഷകളുടെ ലൈവ് ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കേരള റെയിൽവേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ബാച്ചസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. നമ്മുടെ ബാച്ചസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി NTPCയുടെ കോഴ്സ് മാത്രം മതി. ഇവിടെ എന്താ പറയുക, കേരള സ്റ്റേറ്റ് എക്സാംസിൽ വന്നിട്ട് കേരള റെയിൽവേ എടുക്കുക, NTPCയുടെ ബാച്ച് അവൈലബിൾ ആണ്. ഇതിപ്പോൾ സെക്കൻഡ് ബാച്ചാണ്, ഇതിപ്പോൾ ക്ലോസ് ചെയ്യും. പുതിയ ബാച്ച് ആയിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. പുതിയ ബാച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒക്ടോബർ 28 ക്ലാസ് തുടങ്ങുന്നത്, തേർഡ് ബാച്ച്, പുതിയ ബാച്ച് കേട്ടോ. അപ്പോൾ സീറ്റ് വേഗം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക. 2700 രൂപ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 2240 രൂപയോളം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NTPCയുടെ ബാച്ചിലും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഡിസ്കൗണ്ട്, ഈ ഡബിൾ വാലിഡിറ്റി എല്ലാം കിട്ടുന്നെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക കേട്ടോ. ഈ കൂപ്പൺ കോഡ് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഡിസ്കൗണ്ടോടെ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ഞാനൊന്നും കൂടെ ആ കോഡ് കാണിച്ചു തരാം. കണ്ടോ, NTPCയുടെ ബാച്ച് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഈ ഡിസ്കൗണ്ട് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പഠിക്കണം, നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞ രീതിക്ക് പ്ലാൻ ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും ഞാൻ തേർഡ് ബാച്ചിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, എല്ലാ സംശയവും നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയം ക്ലിയർ ചെയ്യാനും ബാക്കിയായ നമ്മുടെ ഫാക്കൽറ്റീസും ഞാനും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.